ഇന്ന് നമ്മൾ ലാസ്റ്റ് യൂണിറ്റ് ആയ അറ്റ് എ ഗ്ലാൻസ് ആണ് എടുക്കുന്നത് കേട്ടോ. അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ. അതിൽ ഫ്രൂട്ട് സാലഡ്. ദ ചിൽഡ്രൻ ഇൻ മിലൻസ് ക്ലാസ് ബ്രോഡ് ഫ്രൂട്ട്സ് ടു മേക്ക് ഫ്രൂട്ട് സാലഡ്. എന്താണ്, മിലന്റെ ക്ലാസ്സിലെ കുട്ടികൾ ഫ്രൂട്ട്സ് സാലഡ് ഉണ്ടാക്കാനായിട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. അവിടെ കണ്ടോ ബാസ്ക്കറ്റിൽ കുറേ ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട് അല്ലേ. എന്താണ് അവിടെ ചോദിക്കുന്നത് നോക്കൂ. ഡു യു ഹാവ് ഓൾ കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ്? നിങ്ങളുടെ കയ്യിൽ എല്ലാ തരത്തിലുള്ള പഴങ്ങളും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ കുട്ടികൾ എന്തോ പറയുന്നുണ്ട്. എന്താ അത്? ഹൗ മെനി ഓഫ് ഈച്ച് ഫ്രൂട്ട് ആർ ദർ? ഓരോ ഫ്രൂട്ടും എത്രണ്ണം വീതമാണ് ഉള്ളത് എന്നാണ് കേട്ടോ. ഹൗ ക്യാൻ വി കൗണ്ട് ഇഫ് ദേ ആർ മിക്സ് അപ്പ് ലൈക്ക് ദിസ്? അതായത് നമുക്കിത് എങ്ങനെ എണ്ണാൻ പറ്റും? എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടിരിക്കുകയല്ലേ, അപ്പൊ നമുക്കിത് എങ്ങനെ എണ്ണാൻ പറ്റും എന്ന് ചോദിക്കുകയാണ്. സോർട്ട് ദം, നമുക്കതിനെ സോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. സി ഹൗ ദ ഫ്രൂട്ട്സ് ആർ സോർട്ടഡ്. അതായത് ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആപ്പിൾസ് ഒക്കെ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നു അല്ലേ. മാംഗോസ് ഉണ്ട്, ബനാന ഉണ്ട്, ഗുവ ഉണ്ട്, ഓറഞ്ചസ് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട് അല്ലേ. കണ്ടോ ടേബിളില് ഫ്രൂട്ട് എന്നും നമ്പർ എന്നും തന്നിട്ടുണ്ട്. ഓരോ ഫ്രൂട്ടും എത്രണ്ണം വീതാണെന്ന് വെച്ചാൽ അത് കൗണ്ട് ചെയ്തിട്ട് നമ്പർ എഴുതുക കേട്ടോ. ഫസ്റ്റ് 1 ആപ്പിൾ ആണ്. എത്രണ്ണം ഉണ്ട് നോക്കൂ. 5 അല്ലേ, 5 എന്ന് എഴുതുക. പൈനാപ്പിൾ 1 ആണ്. മാംഗോ 3. ഓറഞ്ച് നോക്കൂ 3. ഗുവ 8. ബനാന നോക്കൂ എത്രണ്ണാണ്? 10 അല്ലേ. വിച്ച് ഫ്രൂട്ട് ഈസ് മോസ്റ്റ് ഇൻ നമ്പർ? ഏത് ഫ്രൂട്ടാണ് കൂടുതൽ എണ്ണം ഉള്ളത്? ബനാന അല്ലേ, ബനാന. വിച്ച് ഫ്രൂട്ട് ഈസ് ഓൺലി 1 ഇൻ നമ്പർ? എണ്ണമുള്ള ഫ്രൂട്ട് ഏതാണ്? പൈനാപ്പിൾ ആണ്. വിച്ച് ഫ്രൂട്ട്സ് ആർ സെയിം ഇൻ നമ്പർ? ഒരേ എണ്ണമുള്ള ഫ്രൂട്ട്സ് ഏതാണ്? മാംഗോയും ഓറഞ്ചും അല്ലേ. Then how many more guavas are there than pineapples? പൈനാപ്പിളിനെയും കാട്ടിലും എത്ര കൂടുതൽ ഗുവ ഉണ്ട് എന്നാണ്. പൈനാപ്പിൾ ആകെ 1 ആണുള്ളത് അല്ലേ, 1 ഉള്ളൂ. ഗുവ 8 ആണല്ലേ. അപ്പൊ എത്ര കൂടുതൽ ഗുവ ഉണ്ട്? 7 അല്ലേ, 7. ഫ്രൂട്ട്സ് ആർ മോർ ഇൻ നമ്പർ ദാൻ മാംഗോസ്? അതായത് മാങ്ങയും കാട്ടിലും കൂടുതൽ എണ്ണം ഉള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? ആപ്പിൾ ഉണ്ട്, ബനാന, ഗുവ അല്ലേ. നെക്സ്റ്റ് സ്നാക്സ്. മിലൻ വെന്റ് ടു ദ കിച്ചൺ ടു കൗണ്ട് ദ വെസൽസ്. മദർ വാസ് മേക്കിംഗ് ഉണ്ണിയപ്പം, ഹിസ് ഫേവറേറ്റ് സ്നാക്ക്. എന്താണ്, മിലൻ പാത്രങ്ങളെല്ലാം കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയി. എൻ്റെ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയായിരുന്നു, ഇഷ്ടപ്പെട്ട പലഹാരം. ഇറ്റ്സ് മൈ ബർത്ത്ഡേ, ഐ വിൽ ഗീവ് ഉണ്ണിയപ്പം ടു ഓൾ മൈ ഫ്രണ്ട്സ്. എൻ്റെ പിറന്നാളാണ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഉണ്ണിയപ്പം കൊടുക്കും എന്ന് പറയുകയാണ് അല്ലേ. മിലൻ വെന്റ് ടു ഹിസ് ക്ലാസ് വിത്ത് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പമായിട്ട് മിലൻ ക്ലാസ്സിലേക്ക് പോയി. എല്ലാവർക്കും ഉണ്ണിയപ്പം കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ആ കുട്ടി എന്താ പറയുന്നത്? ഐ ലൈക്ക് ഇലയട മോർ. എനിക്ക് കൂടുതൽ ഇലയടയാണ് ഇഷ്ടം എന്ന് പറയുകയാണ് കേട്ടോ. ആസ്ക് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദെയർ ഫേവറേറ്റ് സ്നാക്സ്. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ അവരുടെ ഇഷ്ടപ്പെട്ട പലഹാരം ചോദിച്ചറിയാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. മേക്ക് എ ടേബിൾ ഓഫ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ലൈക്ക് ഈച്ച് സ്നാക്ക് യൂസിങ് പിക്ചേഴ്സ് like this. അതായത് ഓരോ പലഹാരവും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ആളിന്റെ ചിത്രം കാണിച്ചിരിക്കുന്നത് കണ്ടോ, ആ ചിത്ര രൂപത്തില് പട്ടികപ്പെടുത്താൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ ചോദിച്ചിട്ട്, ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് വേണം നമ്മൾ ടേബിള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇവിടെ നമുക്ക് 2 ഐറ്റംസ് ആഡ് ചെയ്യും വേണം കേട്ടോ. ഇലയട, നെയ്യപ്പം, ഉഴുന്നുവട, ബോണ്ട, ഉണ്ണിയപ്പം, പരിപ്പ് വട, ഉള്ളിവട എന്നൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്താം? എഗ് പഫ്സ്, ചിക്കൻ പഫ്സ് എന്നൊക്കെ നമുക്ക് സ്നാക്സ് ആഡ് ചെയ്യാം കേട്ടോ. ഇലയട ഇഷ്ടമുള്ളത് എത്ര പേർക്കാ നോക്കുക. ഒരു 10 പേർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ 10 പിക്ചേഴ്സ് വരച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഓരോന്നിനും നിങ്ങൾ ചെയ്യാം. ഇനി എന്താ ക്വസ്റ്റ്യൻസ് നോക്കൂ. വിച്ച് സ്നാക്ക് ഈസ് ലൈക്ക് ബൈ ദ മോസ്റ്റ് നമ്പർ? കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെട്ടത് ഏത് സ്നാക്കാന്ന് ചോദിച്ചിരിക്കുകയാണ്. ഹൗ മെനി എന്ന് ചോദിച്ചിട്ടുണ്ട്, എത്ര എണ്ണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഹൗ മെനി ലൈക്ക് ഉഴുന്നുവട എന്ന് ചോദിച്ചിട്ടുണ്ട്. വിച്ച് സ്നാക്ക് ഈസ് നോട്ട് ലൈക്ക് ബൈ എനിവൺ? ആർക്കും ഇഷ്ടപ്പെടാത്ത സ്നാക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് എഴുതുക. റൈറ്റ് സം ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. ആസ്ക് യുവർ ഫ്രണ്ട്സ് ആൾസോ. ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ഹൗ മെനി ലൈക്ക് ബോണ്ട, ഹൗ മെനി ലൈക്ക് പരിപ്പ് വട, ഹൗ മെനി ലൈക്ക് ഇലയട, അങ്ങനെയൊക്കെ എഴുതാം അല്ലെ. ഉഴുന്നുവടയാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഹൗ മെനി മോർ ലൈക്ക് ഉഴുന്നുവട ദാൻ നെയ്യപ്പം? നെയ്യപ്പത്തിനെയും കാട്ടിലും എത്ര കൂടുതൽ പേർക്കാണ് ഉഴുന്നുവട ഇഷ്ടമുള്ളത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. ടോയ് വെഹിക്കിൾസ്. ദേ വെന്റ് ടു ദ ടോയ് ഷോപ്പ് ടു ബൈ എ ബർത്ത്ഡേ ഗിഫ്റ്റ് ഫോർ മിലൻ. അവര് മിലന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് ഒരു ടോയ് ഷോപ്പിലേക്ക് പോയി. സി ദ മെനി ടോയ് വെഹിക്കിൾസ് ഇൻ ദ പിക്ചർ. ഇവിടെ പിക്ചറിൽ കുറേ ടോയ് വെഹിക്കിൾസ് കാണിച്ചിട്ടുണ്ട് അല്ലേ. ഡ്രോ ആസ് മെനി പിക്ചേഴ്സ് ഓഫ് ഈച്ച് ടോയ് ആസ് ദർ ആർ ഇൻ ദ ഷോപ്പ്. റൈറ്റ് ദയർ നമ്പേഴ്സ് ആൾസോ. ഷോപ്പിലുള്ള ഓരോ ടോയിന്റെയും പിക്ചേഴ്സ് എത്ര ഷോപ്പിലുണ്ട് അത്രയും വരച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിൽ എത്ര എണ്ണാണെന്ന് വെച്ചാൽ അതിന്റെ നമ്പറും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് കാർ ടോയ് ആണല്ലേ. എത്ര കാർ ടോയ് ഉണ്ട് നോക്കൂ.
8 കാർ ടോയ്സ് ഉണ്ട് അല്ലേ. 8 കാർ ടോയും പിക്ചേഴ്സ് വരച്ചു കൊടുക്കുക കേട്ടോ. നമ്പറിന്റെ അവിടെ 8 എന്ന് എഴുതുക. അതുപോലെ ബസ് നോക്കുക, 2 ആണ്. അപ്പൊ ബസ്സിന്റെ പിക്ചേഴ്സ് 2 പിക്ചേഴ്സ് വരച്ചു കൊടുക്കുക കേട്ടോ. then അടുത്തത് ജീപ്പാണ്. ജീപ്പ് 5 ആണ്. നമ്പർ 5 എന്ന് എഴുതുക, പിക്ചേഴ്സ് വരച്ചു കൊടുക്കുക. then എയ്റോപ്ലെയിന് എത്രയാണ്? 1 ആണ്. അവിടെ നമ്പർ 1 എന്ന് എഴുതുക, എയ്റോപ്ലെയിൻ വരച്ചു കൊടുക്കുക. then ബൈസിക്കിൾ ആണ്, 8 ആണ്. ഓട്ടോറിക്ഷയാണ്, ഓട്ടോറിക്ഷ 6 ആണ് അല്ലേ, നമ്പർ 6 ആണ്. അവിടെ അത്രയും വരച്ചു കൊടുക്കുകയും ചെയ്യുക കേട്ടോ. വിച്ച് വെഹിക്കിൾ ഈസ് ദ ലീസ്റ്റ് ഇൻ നമ്പർ, അതായത് കുറവ് എണ്ണമുള്ള വെഹിക്കിൾ ഏതാണെന്നാണ്. അത് എയ്റോപ്ലെയിൻ അല്ലേ, അവിടെ എഴുതി കൊടുക്കുക. വിച്ച് വെഹിക്കിൾസ് ആർ ഓഫ് ദ സെയിം നമ്പർ, ഒരേ എണ്ണമുള്ള വെഹിക്കിൾസ് ഏതൊക്കെയാണെന്നാണ്, വാഹനങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അത് ഏതൊക്കെയാണ്? കാർ ആൻഡ് ബൈസിക്കിൾ ആണ്. മൈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് എഴുതുക കേട്ടോ. നമുക്ക് എന്തൊക്കെ ചോദിക്കാം? ഹൗ മെനി ബൈസിക്കിൾ ആർ ഇൻ ദ ഷോപ്പ്, ഷോപ്പിൽ എത്ര ബൈസിക്കിൾ ഉണ്ടെന്ന് ചോദിക്കാം. വിച്ച് വെഹിക്കിൾ ഈസ് ദ മോസ്റ്റ് ഇൻ നമ്പർ, അതായത് എണ്ണത്തിൽ കൂടുതലുള്ള വെഹിക്കിൾ ഏതെന്ന് ചോദിക്കാം. ഹൗ മെനി ടോയ് കാർസ് ആൻഡ് ടോയ് ബസേഴ്സ് ആർ ദർ ഇൻ ടോട്ടൽ, മൊത്തം ടോയ് കാർസും ടോയ് ബസേഴ്സും എത്ര എണ്ണാണെന്ന് ചോദിക്കാം. ഹൗ മെനി മോർ ടോയ് ബസേഴ്സ് ആർ ദർ ദാൻ ടോയ് എയർപ്ലെയിൻസ്, എയ്റോപ്ലെയിനും കാട്ടിലും എത്ര കൂടുതൽ ടോയ് ബസേഴ്സ് ഉണ്ട് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ്, സോ മച്ച് ടു സീ, വാട്ട് തിങ്സ് ഡു യു സീ ഇൻ യുവർ സ്കൂൾ ബിൽഡിംഗ്, നിങ്ങളുടെ സ്കൂൾ ബിൽഡിംഗിൽ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ചോദിക്കണം കേട്ടോ. ഡോർസ്, വിൻഡോസ്, ബ്ലാക്ക് ബോർഡ്സ്, ലൈറ്റ്സ്, ഫാൻസ്, സ്വിച്ചസ് ആൻഡ് സോ ഓൺ. കണ്ട, ഡോർ ഉണ്ട്, വിൻഡോസ് ഉണ്ട്, ജനാലകളുണ്ട് അല്ലേ, വാതിലുകൾ, ബ്ലാക്ക് ബോർഡ്സ്, ലൈറ്റുകൾ, ഫാൻസ്, സ്വിച്ചസ് അല്ലേ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ സ്കൂൾ ബിൽഡിംഗിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. മേക്ക് എ ടേബിൾ ഓഫ് ദീസ്, ഇതൊക്കെ വെച്ചിട്ടൊരു ടേബിൾ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്, ഐറ്റം നമുക്ക് തന്നിട്ടുണ്ട്. നമ്പർ ഇൻ പിക്ചേഴ്സ്, അതായത് നിങ്ങളുടെ സ്കൂൾ ബിൽഡിംഗിൽ എത്ര വിൻഡോസ് ഉണ്ട് നോക്കുക, അത്രയും വിൻഡോസ് ഇവിടെ വരച്ചു കൊടുക്കുക, നമ്പർ എഴുതുക. അതുപോലെ ഡോറ്, ബ്ലാക്ക് ബോർഡ്, സ്വിച്ച് ബോർഡ്, ഫാനും ലൈറ്റും ഒക്കെ നോക്കിയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഇനി അവിടെ മൈ ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചോദിക്കാം? ഹൗ മെനി വിൻഡോസ് ആർ ദർ ഇൻ യുവർ സ്കൂൾ ബിൽഡിംഗ്, നിങ്ങളുടെ സ്കൂൾ ബിൽഡിംഗിൽ എത്ര ജനാലകളുണ്ട് എന്ന് ചോദിക്കാം. പിന്നെ നമുക്ക് എന്ത് ചോദിക്കാം? ഹൗ മെനി ഫാൻസ് ആൻഡ് ലൈറ്റ്സ് ആർ ദർ ഇൻ ടോട്ടൽ, ഫാൻസും ലൈറ്റുകളും മൊത്തം എത്ര ഉണ്ട് അങ്ങനെയും ചോദിക്കാം കേട്ടോ. പിക്ചർ റീഡിംഗ്, ലുക്ക് അറ്റ് ദ പിക്ചർ ഓൺ പേജ് 173. വിച്ച് അനിമൽസ് ആൻഡ് ബേർഡ്സ് ഡു യു സീ, റൈറ്റ് ഇൻ ദിസ് ടേബിൾ. പേജ് നമ്പർ 173 പിക്ചർ നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെ അനിമൽസും ബേർഡ്സും ആണ് നിങ്ങൾക്ക് കാണുന്നത് അത് ഈ ടേബിളിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ എണ്ണവും എഴുതി കാണിക്കണം കേട്ടോ. നെയിമും വേണം, നമ്പറും എഴുതണേ. അവിടെ നമുക്ക് മങ്കി തന്നിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാണ്? റാബിറ്റ് ഉണ്ട്, ഫോക്സ് ഉണ്ട്, കാറ്റ് ഉണ്ട്, സ്ക്യൂരൽ ഉണ്ട്, പാരറ്റ്സ് ഉണ്ട് അല്ലേ, ദെൻ വുഡ് പെക്കർ ഉണ്ട്, ക്രോ ഉണ്ട്, സ്പാരോ ഒക്കെ ഉണ്ട് അല്ലേ. അതൊക്കെ പേരുകൾ എഴുതുക, എത്രണ്ണം വീതം എന്നൊന്ന് കൗണ്ട് ചെയ്തിട്ട് എഴുതണം കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. അതൊക്കെ കൗണ്ട് ചെയ്തിട്ട് എഴുതുക കേട്ടോ ഓരോന്നും. ദെൻ മൈ ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം? ഹൗ മെനി മങ്കീസ് ആർ ദർ ഇൻ ദ ട്രീ എന്ന് ചോദിക്കാം അല്ലേ, മങ്കീസ് ഉണ്ട് എന്ന് ചോദിക്കാം. വാട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ക്യാൻ യു സീ ഇൻ ദ പിക്ചർ, ഏതൊക്കെ തരത്തിലുള്ള ബേർഡ്സ് നമുക്ക് കാണുന്നുണ്ട് എന്ന് ചോദിക്കാം. ഹൗ മെനി റാബിറ്റ്സ് ആർ സിറ്റിംഗ് നിയർ ദ ട്രീ എന്ന് ചോദിക്കാം. എത്ര എന്താണ് മുയലുകൾ മരത്തിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് എന്ന് ചോദിക്കാം. വിച്ച് അനിമൽ ഈസ് മോസ്റ്റ് ഇൻ നമ്പർ, അതായത് എണ്ണത്തിൽ കൂടുതലുള്ള അനിമൽ ഏതെന്ന് ചോദിക്കാം. ദെൻ വിച്ച് ഈസ് ലീസ്റ്റ് ഇൻ നമ്പർ, ഏത് അനിമലാണ് എണ്ണത്തിൽ കുറവുള്ളത് എന്ന് ചോദിക്കാം. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം കേട്ടോ. അസസ്മെന്റ് ആണ്. ഹൗ മെനി ചിൽഡ്രൻ, ടേബിൾ ഷോസ് ദ ഡാറ്റ ഓഫ് സ്റ്റുഡൻസ് ഇൻ മിലൻ സ്കൂൾ, മിലന്റെ സ്കൂളിലെ കുട്ടികളുടെ അടിസ്ഥാന വിവരമാണ് കേട്ടോ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ക്ലാസ് 1, 2, 3, 4 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ബോയ്സ്, നമ്പർ ഓഫ് ഗേൾസ്. അതായത് ക്ലാസ് ഫസ്റ്റില് നമ്പർ ഓഫ് ബോയ്സ് 15, നമ്പർ ഓഫ് ഗേൾസ് 19. ക്ലാസ് സെക്കൻഡില് നമ്പർ ഓഫ് ബോയ്സ് 20, നമ്പർ ഓഫ് ഗേൾസ് 20. ക്ലാസ് തേർഡില് നമ്പർ ഓഫ് ബോയ്സ് 19, നമ്പർ ഓഫ് ഗേൾസ് 22. ക്ലാസ് 4ല് നമ്പർ ഓഫ് ബോയ്സ് 20, നമ്പർ ഓഫ് ഗേൾസ് 17. ഇനി എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കൂ. വിച്ച് ക്ലാസ് ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ഗേൾസ്, അതായത് ഏത് ക്ലാസ്സിനാണ് കൂടുതൽ ഗേൾസ് ഉള്ളത് എന്ന് കേട്ടോ. ക്ലാസ് തേർഡ് അല്ലേ 22 നമ്പർ ഓഫ് ഗേൾസിൽ നോക്കി നോക്കൂ. വിച്ച് ക്ലാസ് ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ, കുട്ടികൾ കൂടുതലുള്ള ക്ലാസ് ഏതാണെന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ? ക്ലാസ് ഫസ്റ്റില് നമ്പർ ഓഫ് ബോയ്സ് 15, നമ്പർ ഓഫ് ഗേൾസ് 19. അപ്പൊ രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ട് ടോട്ടൽ ചിൽഡ്രൻ കണ്ടെത്തണം കേട്ടോ. അപ്പൊ എത്രയാ വരിക? 34 വരും. ക്ലാസ് സെക്കൻഡില് 40, ക്ലാസ് തേർഡില് 41, ക്ലാസ് ഫോർത്ത് 37. ഇത് ക്ലാസ്സിനാണ് കൂടുതൽ കുട്ടികളുള്ളത്. ക്ലാസ് തേർഡ് ആണ് അല്ലെ. ഹൗ മെനി ബോയ്സ് ആർ ഫ്യൂവർ ഇൻ ക്ലാസ് 4 ദാൻ ദ ബോയ്സ് ഇൻ ക്ലാസ് ഫസ്റ്റ്,
ഫസ്റ്റ്. അതായത് ക്ലാസ് ഫസ്റ്റിനെയും കാട്ടിലും എത്ര ബോയ്സ് കുറവാണ് ക്ലാസ് ഫോർത്തിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. കാണിച്ച ക്വസ്റ്റ്യൻ തെറ്റുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ക്ലാസ് 4 20 ബോയ്സും ഉണ്ട്, ക്ലാസ് ഫസ്റ്റിൽ 15 ബോയ്സും ഉണ്ട്. അപ്പോൾ ക്ലാസ് 4 കൂടുതലാണ് കുട്ടികൾ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചോദ്യം ഇങ്ങനെ ആയിരിക്കില്ല. ഹൗ മെനി ബോയ്സ് ആർ ഫ്യൂവർ ഇൻ ക്ലാസ് ഫസ്റ്റ് ദാൻ ദ ബോയ്സ് ഇൻ ക്ലാസ് 4. ക്ലാസ് ഫസ്റ്റിലെ ബോയ്സ് എത്ര കുറവാന്നായിരിക്കും ക്വസ്റ്റ്യൻ കേട്ടോ, ക്ലാസ് ഫോർത്തിനെയും കാട്ടിലും. അപ്പോൾ എത്രയാ കുറവ്? 5 അല്ലേ. 20 നിന്ന് 15 കുറയ്ക്കുക അല്ലേ. 20 - 15 എത്രയാ? 5. വിച്ച് ക്ലാസ്സസ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ബോയ്സ്? അതായത് ഒരേ എണ്ണം ആൺകുട്ടികളുള്ളത് ഏതൊക്കെ ക്ലാസ്സസിനാണെന്നാണ് കേട്ടോ. ഏതൊക്കെ ക്ലാസ്സസിനാണ്? ക്ലാസ് സെക്കൻഡും ക്ലാസ് 4ഉം അല്ലേ. അടുത്തത് ഇൻ മിലൻ സ്കൂൾ ഹൗ മെനി ബോയ്സ് ആർ ദർ, ദെൻ ഹൗ മെനി ഗേൾസ് ആർ ദർ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹൗ മെനി ബോയ്സ് ആർ ദർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ് ഫസ്റ്റിലെയും ക്ലാസ് സെക്കൻഡിലെയും ക്ലാസ് തേർഡിലെയും ക്ലാസ് ഫോർത്തിലെയും എന്താണ് നമ്പർ ഓഫ് ബോയ്സ് എല്ലാം ടോട്ടൽ ചെയ്യണം അല്ലേ. 15 + 20 + 19 + 20 അപ്പോൾ എത്രയാ വരിക? 74 വരും. ദെൻ ഹൗ മെനി ഗേൾസ് ആർ ദർ? എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഗേൾസ് ക്ലാസ് ഫസ്റ്റിലെയും ക്ലാസ് സെക്കൻഡിലെയും ക്ലാസ് തേർഡിലെയും ക്ലാസ് ഫോർത്തിലെയും ഒക്കെ ടോട്ടൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ടോട്ടൽ വരിക 78 വരും. ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്? അതായത് മൊത്തം കുട്ടികൾ എത്ര പേരാന്നാണ് കേട്ടോ. എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് കണ്ടെത്തിയിരുന്നു 74, ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് 78. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കാണണമെങ്കിൽ ഇത് രണ്ടും കൂടിയും ആഡ് ചെയ്താൽ പോരെ. 74 + 78 ചെയ്താൽ മതി. എത്രയാ വരിക? 152 ആൻസർ വരും കേട്ടോ. ഇതോടുകൂടി മാത്സ് കംപ്ലീറ്റ് ആയി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആനുവൽ എക്സാമിനുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. ഓക്കെ.